തൃശൂരിലെ വിയ്യൂർ സെൻട്രൽ ജയിൽ ഇന്ന് അസാധാരണമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഒരു ജനപ്രതിനിധി കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തതാണ് ആ അസാധാരണ സംഭവം. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ BJP അംഗമായ ആർ സുഗതനാണ് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ലഭിച്ചത്. ഭാഗ്യമെന്നാണോ നിർഭാഗ്യമെന്നാണോ വിശേഷിപ്പിക്കേണ്ടതെന്ന് ഉറപ്പില്ല. എന്തായാലും ഈ സത്യപ്രതിജ്ഞയും ജനപ്രതിനിധിയും ഇനി ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. ജയിലിലെ ലൈബ്രറി ഹാളിൽ ചടങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ BV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോർപ്പറേഷനിലെ വാഴോട്ടുകോണം ഡിവിഷൻ ജനപ്രതിനിധിയാണ് സുഗതൻ. കാപ്പ കേസിൽ ജൂൺ 9 അറസ്റ്റിലായതോടെ കഴിഞ്ഞ കുറേ ദിവസമായി സുഗതൻ ജയിലിലാണ്. ഇതിനിടയിൽ സുഗതൻ ഉൾപ്പെടെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി ചട്ടവിരുദ്ധമെന്ന് കണ്ട് റദ്ദാക്കി. ഡിസംബർ മാസത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദേവീദേവന്മാരുടെയും ബലിദാനികളുടെയും പേരിൽ സത്യം ചൊല്ലിയതാണ് ഹൈക്കോടതിയുടെ നടപടിക്ക് കാരണമായത്. 4 ആഴ്ചയ്ക്കകം ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. 19 പേരും വിധി വന്ന ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ ജയിലിലായതിനാൽ സുഗതന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഹൈക്കോടതി നിർദ്ദേശിച്ച സമയപരിധിക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സുഗതൻ ജാമ്യം തേടിയെങ്കിലും നെയ്യാറ്റിൻകര കോടതി തള്ളി. ഇതോടെയാണ് ഹൈക്കോടതിയിലെത്തിയത്. കാപ്പ കേസ് പ്രതിയെ പുറത്തുവിടാനാകില്ലെന്ന് നിരീക്ഷിച്ച കോടതി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്ന അസാധാരണമായ വിധി പുറപ്പെടുവിച്ചു. ജനാധിപത്യത്തെ മാനിക്കാനാണ് അസാധാരണ നടപടിയെന്ന് കോടതി വിശദീകരിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞയോടെ BJPക്ക് താൽക്കാലിക ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എങ്കിലും പ്രതിസന്ധി ഒഴിയുന്നില്ല. കാരണം സുഗതന് തടവിൽ ഇളവ് നൽകാൻ കഴിയില്ല എന്ന് കാപ്പ ഉപദേശക സമിതിയുടെ ഉത്തരവുണ്ട്. ഇതോടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള 6 മാസം നടക്കുന്ന കൗൺസിൽ യോഗങ്ങളിൽ സുഗതന് പങ്കെടുക്കാൻ കഴിയില്ല. തുടർച്ചയായ 3 കൗൺസിൽ യോഗങ്ങളിൽ ഒരു കൗൺസിലർ പങ്കെടുത്തില്ലെങ്കിൽ അയാൾ അയോഗ്യനാക്കപ്പെടും. പാലക്കാട് നഗരസഭയിൽ പീഡനക്കേസിൽ അറസ്റ്റിലായ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സൻ അടുത്തിടെയാണ് ഈ വിധത്തിൽ സ്ഥാനം നഷ്ടമായത്. സുഗതൻ അത്തരത്തിൽ അയോഗ്യനാക്കപ്പെട്ടാൽ BJPക്ക് അത് കനത്ത തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല. ഇതിനെ മറികടക്കാനുള്ള നീക്കങ്ങളാണ് സുഗതനും BJPയും ഇപ്പോൾ നടത്തുന്നത്. 6 മാസത്തേക്ക് അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുഗതൻ മേയർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഇക്കാര്യം സ്ഥിരീകരിച്ച മേയർ അപേക്ഷ നിയമോപദേശത്തിന് വിട്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്നു. തക്കതായ കാരണമുണ്ടെങ്കിൽ മേയർക്ക് അവധി അനുവദിക്കാമെന്നതാണ് കേരള മുനിസിപ്പൽ നിയമത്തിലെ വ്യവസ്ഥ. എന്നാൽ ആ വ്യവസ്ഥ ജയിൽ പുള്ളിക്ക് ബാധകമാണോ എന്നതാണ് നിർണായകം. ഇനി മറ്റൊരു വിഷയം, കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിൽ ജനപ്രതിനിധി ഇല്ലാതെ പോകുന്ന അവസ്ഥയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പിന്നെ ആരുണ്ടെന്ന ചോദ്യം ഉയരുന്നു. എന്നാൽ സുഗതന്റെ അസാന്നിധ്യം ജനങ്ങളെ ബാധിക്കില്ലെന്നും വാഴോട്ടുകോണത്തിന്റെ ചുമതല മേയർ തന്നെ ഏറ്റെടുക്കുമെന്നുമാണ് BJPയുടെ മറുപടി. നിലവിൽ കോർപ്പറേഷനിൽ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. 2 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് ഭരണം. അതിനിടെ സുഗതൻ അയോഗ്യതയിലേക്ക് പോയാൽ അത് പിന്നെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ വളരെ ഭംഗിയായി ഭരിച്ച് 5 വർഷം പൂർത്തിയാക്കുമെന്ന് എതിരാളികളായ CPMനും കോൺഗ്രസിനും മറുപടി നൽകുന്നുണ്ട് മേയർ. സുഗതൻ ജയിലിലായത് മുതൽ കാപ്പ കേസ് പ്രതിയെ പുറത്താക്കണമെന്ന ആവശ്യമുയർത്തി കോർപ്പറേഷനിൽ സമരത്തിലാണ് CPM. പാളയം മാർക്കറ്റിലെ CPMന്റെ മാസപ്പടിപ്പിരിവ് തടയിട്ടതും CPM നേതാക്കളുടെ ബിനാമികൾ നടത്തുന്ന അനധികൃത കടകൾ പൂട്ടിയപ്പോഴും ഇതല്ല, ഇതിനപ്പുറം പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് മേയർ പറയുന്നത്. അതായത് CPMന്റെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് സുഗതനെതിരായ കേസ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്ന് വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. വർഷങ്ങൾ പഴക്കമുള്ള ക്രിമിനൽ കേസുകൾ സുഗതനെതിരെയുണ്ട്. വധശ്രമ കേസും സ്ത്രീകളെ വീട്ടിൽ കയറി ആക്രമിച്ചതും ഉൾപ്പെടെയുള്ള ഗുരുതര സ്വഭാവമുള്ള കേസുകൾ. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് സുഗതന് BJP സ്ഥാനാർത്ഥിത്വം നൽകിയതും. എന്തായാലും സുഗതനെ അയോഗ്യതയിൽ നിന്ന് രക്ഷിക്കാനുള്ള BJP നീക്കങ്ങൾ ഫലം കാണുമോ എന്ന് കണ്ടറിയാം.